നമസ്കാരം. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുമൊരു മത്സരം മാത്രമല്ല, അത് ജനങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ഡേറ്റ എഞ്ചിനീയറിംഗ് കൂടിയാണ്. ഓരോ വോട്ടറും പറയുന്ന കാര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാലേ നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കൂ. ഇന്ന് നമ്മൾ കേരളത്തിലെ ഒരു മണ്ഡലത്തെ, കൈപ്പമംഗലത്തെ ആഴത്തിൽ പഠിക്കാൻ പോവുകയാണ്. ഡേറ്റ വെച്ച് എങ്ങനെ ഒരു വിജയതന്ത്രം രൂപപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം. അപ്പോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ കൈപ്പമംഗലം എന്ന തീരദേശ മണ്ഡലത്തിലാണ്. ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിതം, അത് കടലുമായിട്ടും പിന്നെ ഗൾഫിൽ നിന്ന് വരുന്ന പണവുമായിട്ടും ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അവരുടെ രാഷ്ട്രീയ ചിന്തകൾ എങ്ങനെ രൂപപ്പെടുന്നു, നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഒരു വിശകലനം നമ്മൾ കുറച്ച് ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ആ മണ്ഡലത്തിന്റെ ഒരു പൾസ് എന്താണെന്ന് നോക്കും. പിന്നെ വോട്ടർമാര് തരുന്ന സിഗ്നലുകൾ എങ്ങനെ വായിച്ചെടുക്കാമെന്ന് പഠിക്കും. ജനവിധിയുടെ ഒരു ഘടന എന്താണെന്ന് മനസ്സിലാക്കും. അതിനുശേഷം മുന്നോട്ടു പോകാനുള്ള ഒരു 4-fold സ്ട്രാറ്റജി, അതായത് ചതുർമുഖ പാത, നമ്മൾ രൂപീകരിക്കും. പിന്നെ ഭരണത്തിനു വേണ്ടിയുള്ള ഒരു ബ്ലൂ പ്രിന്റ്. അവസാനം എങ്ങനെ ഈ ഉൾക്കാഴ്ചകളെ വിജയമാക്കി മാറ്റാമെന്നും നമ്മൾ ചർച്ച ചെയ്യും. അപ്പോ ആദ്യം തന്നെ ആ മണ്ണിന്റെ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു രാഷ്ട്രീയ വിശകലനവും തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. അവിടുത്തെ ജനങ്ങളുടെ ജീവിതം, അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായ സാഹചര്യങ്ങൾ, അതൊക്കെ തൊട്ടറിഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. കൈപ്പമംഗലത്തെ സംബന്ധിച്ചിടത്തോളം അവിടത്തെ ജീവിതം 2 വലിയ തിരമാലകളെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത് എന്ന് പറയാം. ഒന്ന് കടലിന്റെ തിര, അതായത് മത്സ്യബന്ധനം. പിന്നെ ഗൾഫിൽ നിന്ന് വരുന്ന പണത്തിന്റെ ഒരു ഒഴുക്ക്. ഇതിലേതെങ്കിലും ഒന്നിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ പോലും മതി, അത് കൈപ്പമംഗലത്തെ ഓരോ വീട്ടിലും അതിന്റെ അലയൊലികൾ ഉണ്ടാക്കും. ഇതൊന്ന് നോക്കൂ, 5.9%. ഇതൊരു വെറും നമ്പറല്ല. കൈപ്പമംഗലത്തെ ഓരോ വീട്ടിലെയും അടുക്കളയിൽ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. ഏപ്രിൽ 2025 കണക്ക് പ്രകാരം കേരളത്തിലെ റീറ്റെയിൽ പണപ്പെരുപ്പം ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതലാണ്. സാധാരണക്കാരനെ സംബന്ധിച്ച് എന്താ ഇതിന്റെ അർത്ഥം? ജീവിത ചെലവ് അത് റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. അരി മുതൽ ഗ്യാസ് വരെ എല്ലാത്തിനും വില കൂടുമ്പോൾ ആരുടെ ബഡ്ജറ്റാണ് താളം തെറ്റാത്തത്? സ്വാഭാവികമായും ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയം തന്നെയാണ്. ഗൾഫ് ഒരു കാലത്ത് കൈപ്പമംഗലത്തിന്റെയൊക്കെ സാമ്പത്തിക നട്ടെല്ലായിരുന്നു. പക്ഷെ ഇന്നോ അതൊരു പ്രതിസന്ധിയുടെ കൂടി പേരായി മാറിയിരിക്കുന്നു. ഏകദേശം 18 ലക്ഷം മലയാളികളാണ് അടുത്ത കാലത്തായി ഗൾഫിൽ നിന്ന് തിരികെ വന്നത്. ഇതിന്റെ ആഘാതം രണ്ടാണ്. ഒന്ന്, പുറത്തുനിന്നുള്ള പണത്തിന്റെ വരവ് നിന്നു. 2, ഇവിടെയുള്ള കുറഞ്ഞ തൊഴിലവസരങ്ങൾക്കായി വലിയൊരു മത്സരമുണ്ടായി. ഇത് സമൂഹത്തിലുണ്ടാക്കുന്നൊരു സമ്മർദ്ദം ചെറുതൊന്നുമല്ല. അപ്പോ എന്തൊക്കെയാണ് അവിടുത്തെ ഒരു സാധാരണക്കാരന്റെ പ്രധാന പരാതികൾ? കുടിക്കാൻ നല്ല വെള്ളമില്ല, റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു, പിന്നെ ഈ മനുഷ്യ-മൃഗസംഘർഷം പോലുള്ള പുതിയ തലവേദനകളും. ഇതിനെല്ലാം പുറമെ വെറും ക്ഷേമപ്രവർത്തനങ്ങൾ മാത്രം പോരാ എന്നൊരു മടുപ്പും ജനങ്ങൾക്കിടയിൽ കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ യഥാർത്ഥ ഗ്രൗണ്ട് റിയാലിറ്റി. ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. ഓരോ വോട്ടർക്കും അവരുടെ പ്രശ്നങ്ങൾ പറയാനും അതിന് പരിഹാരം പ്രതീക്ഷിക്കാനും ഒരു അന്തസ്സുണ്ട്. അറിവോടെയുള്ള പൊതുസംവാദങ്ങൾക്കുള്ള അവസരം നൽകുക എന്നത് നമ്മുടെ ഭരണഘടനാപരമായ ഒരു മൂല്യം കൂടിയാണ്. അവരുടെ ശബ്ദം ഡാറ്റയായി കേൾക്കുന്നിടത്താണ് ജനാധിപത്യം ശക്തിപ്പെടുന്നത്. ഓക്കേ, അപ്പോൾ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇനി നമുക്ക് നമ്പറുകളിലേക്ക് കടക്കാം. ഈ കണക്കുകൾ എന്താണ് നമ്മളോട് പറയുന്നത്? വോട്ടർമാർ തരുന്ന ഈ സിഗ്നലുകൾ, ഈ ഡേറ്റ നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. ഈ ഡാറ്റയിലേക്ക് നോക്കൂ. കൈപ്പമംഗലത്തെ മതപരമായ ഒരു കണക്കെടുത്താൽ മുസ്ലിം വിഭാഗം 49.4%, ഹിന്ദു വിഭാഗം 47.9%. അതായത് ഏകദേശം 50-50. എന്താണിതിന്റെ രാഷ്ട്രീയപരമായ അർത്ഥം? വളരെ വ്യക്തമാണ്. ഏതെങ്കിലും ഒരു സമുദായത്തെ മാത്രം ഫോക്കസ് ചെയ്ത് ഇവിടെ ജയിക്കാൻ പറ്റില്ല. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നവർക്ക് മാത്രമേ ഇവിടെ വിജയസാധ്യതയുള്ളൂ. ഓരോ വോട്ടും ഇവിടെ സ്വർണം പോലെ വിലപ്പെട്ടതാണ്. ഇനി LDFന്റെ വോട്ട് ഷെയർ ട്രെൻഡ് നോക്കാം. 2016 33,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം. 2021 അത് 53.76% വോട്ട് ഷെയറായി ഉയർന്നു. ഇതൊരു ശക്തമായ പ്രകടനം തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഈ വിജയം അവരുടെ സംഘടനാശക്തി കൊണ്ടാണോ, അതോ സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾക്കുള്ളൊരു അംഗീകാരമായിരുന്നോ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഒരു ട്രെൻഡ് ഇനിയും തുടരുമോ? ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വെൽഫെയർ ഫെറ്റീഗ് അഥവാ ക്ഷേമപ്രവർത്തനങ്ങളോടുള്ള ഒരു തരം മടുപ്പ് പ്രസക്തമാകുന്നത്. അതായത് പെൻഷനും കിറ്റുമൊക്കെ കിട്ടുന്നത് നല്ലത് തന്നെ, പക്ഷേ അത് മാത്രം മതിയോ?
വോട്ടർമാരിപ്പോ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർക്ക് വേണ്ടത് സ്ഥിരമായ വികസനമാണ്. നല്ല റോഡ്, കുടിക്കാനുള്ള വെള്ളം, ചെറുപ്പക്കാർക്ക് ജോലി, അത്തരം കാര്യങ്ങൾക്കാണിനി പ്രാധാന്യം. അപ്പോ ഈയൊരു സാഹചര്യത്തിൽ നമുക്ക് നിലവിലുള്ള ജനവിധിയുടെ ഘടനയൊന്ന് പരിശോധിക്കാം. അതായത് സിറ്റിംഗ് എംഎൽഎയുടെ ശക്തി എന്തൊക്കെയാണ്, ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ്, എതിരാളികൾക്ക് എവിടെയാണ് അവസരങ്ങളുള്ളത്? ഇതൊരു ക്ലാസിക് സ്വോട്ട് അനാലിസിസ് ആണ്. LDF എംഎൽഎയുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ ക്ഷേമ പദ്ധതികളിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. ഒപ്പം ശക്തമായൊരു സംഘടനാ സംവിധാനവുമുണ്ട്. പക്ഷെ ദൗർബല്യം എവിടെയാണ്? അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് റോഡിന്റെയും വെള്ളത്തിന്റെയും പ്രശ്നത്തിൽ ജനങ്ങൾക്ക് വലിയ പരാതിയുണ്ട്. അതായത് ക്ഷേമകാര്യങ്ങളിൽ കിട്ടുന്ന മാർക്ക് വികസന കാര്യങ്ങളിൽ കിട്ടുന്നില്ല. ഈ ഒരു വൈരുദ്ധ്യമാണ് കയ്പമംഗലത്തെ രാഷ്ട്രീയത്തിന്റെ കാതൽ. അപ്പോ ഒരു എതിരാളിക്ക് എവിടെയാണ് അവസരം? ഈ അസംതൃപ്തരായ വിഭാഗങ്ങളെ തിരിച്ചറിയുന്നിടത്താണ്. നമ്മളിവരെ സ്ലീപ്പർ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കും. അതായത് കൃത്യമായൊരു ബദൽ വന്നാൽ കൂടെ നിൽക്കാൻ സാധ്യതയുള്ളവർ. ഇന്ധനവില കാരണം ബുദ്ധിമുട്ടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജോലിയില്ലാത്ത ചെറുപ്പക്കാരും, ഗൾഫിൽ നിന്ന് തിരികെ വന്നവരും, പിന്നെ ഈഴവ, നായർ സമുദായങ്ങൾക്കിടയിലെ ഒരു വിഭാഗം, അതുപോലെ ചെറിയ പാർട്ടികളിൽ നിന്ന് മാറി ചിന്തിക്കുന്ന വോട്ടർമാർ. ഇവരുടെയെല്ലാം ആശങ്കകളെ ഒരുമിച്ച് അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞാൽ കളി മാറും. കയ്പമംഗലത്തെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റിവരിക്കാം. അപ്പോ ഈ വിശകലനങ്ങളുടെയെല്ലാം അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകാനൊരു വ്യക്തമായ വഴി വേണം. നമ്മൾ അതിനെ ചതുർമുഖ സിദ്ധാന്തമെന്നാണ് വിളിക്കുന്നത്. എന്താണ് ഈ ചതുർമുഖ സിദ്ധാന്തം? ഇതിന് 4 മുഖങ്ങളുണ്ട്. 1. ശിവന്റെ മുഖം, അതായത് ഭരണത്തിന്റെ വീഴ്ചകളെ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ശക്തമായി ആക്രമിക്കുക. 2. വിഷ്ണുവിന്റെ മുഖം, അതായത് ജനങ്ങൾക്ക് സാമൂഹിക സ്ഥിരതയും മതേതരത്വവും ഉറപ്പു നൽകുക. 3. ബ്രഹ്മാവിന്റെ മുഖം, അതായത് തൊഴിലവസരങ്ങൾക്കും പ്രാദേശിക പ്രശ്നങ്ങൾക്കും പുതിയ ക്രിയേറ്റീവായ പരിഹാരങ്ങൾ സൃഷ്ടിക്കുക. 4. ദുർബയുടെ മുഖം, അതായത് കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും പോലുള്ള ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുക. ആക്രമണവും സ്ഥിരതയും സൃഷ്ടിയും സംരക്ഷണവും, ഈ 4 ചേരുമ്പോഴാണ് ഒരു തന്ത്രം പൂർണ്ണമാകുന്നത്. ഓക്കെ, അപ്പോ ഈ തന്ത്രം പേപ്പറിൽ മാത്രം പോരല്ലോ. ഇതെങ്ങനെ പ്രായോഗികമായി ഒരു ഭരണത്തിനുള്ള രൂപരേഖയായി മാറ്റാം എന്ന് നമുക്ക് നോക്കാം. സ്ട്രാറ്റജിയിൽ നിന്ന് ആക്ഷനിലേക്ക്. ആദ്യം വേണ്ടത് ജനങ്ങൾക്ക് തൊട്ടറിയാൻ പറ്റുന്ന 3 ഉറപ്പുകളാണ്. 3 ഗ്യാരണ്ടീഡ് ആക്സിലറേറ്റേഴ്സ്. ഒന്നാമത്തേത് വെള്ളം. സമഗ്രമായ ഒരു കുടിവെള്ള പദ്ധതി ഉടൻ ആരംഭിക്കും എന്ന ഉറപ്പ്. രണ്ടാമത്തേത് റോഡുകൾ. പൊട്ടിപ്പൊളിഞ്ഞ ഗ്രാമീണ റോഡുകൾ നന്നാക്കാൻ ഒരു റാപ്പിഡ് മിഷൻ. മൂന്നാമത്തേത് തൊഴിൽ. പുതിയ സ്കിൽ സെന്ററുകൾ സ്ഥാപിച്ച് യുവാക്കൾക്ക് ജോലി നൽകുന്ന ഒരു യൂത്ത് എംപ്ലോയ്മെന്റ് ഡ്രൈവ്. വെറും വാഗ്ദാനങ്ങളല്ല, കൃത്യമായ സമയപരിധിയുള്ള ഉറപ്പുകൾ. ഈ ഉറപ്പുകൾ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കും? അതിനൊരു ടാർഗറ്റഡ് ഔട്ട്റീച്ച് പ്ലാൻ വേണം. യുവാക്കളുടെ അടുത്തേക്ക് നമ്മൾ പോകേണ്ടത് ക്യാമ്പസ് മീറ്റുകളും ജോബ് ഫെയറുകളുമായിട്ടാണ്. സ്ത്രീകളുടെ അടുത്തേക്ക് ഉപജീവനമേളകളും സുരക്ഷാ പദ്ധതികളുമായി ചെല്ലണം. SNDP, NSS, പള്ളി, മസ്ജിദ് നേതാക്കളുമായി നേരിട്ട് സംസാരിച്ച് അവരുടെ വിശ്വാസം നേടണം. ഗൾഫിൽ നിന്ന് തിരികെ വന്ന പ്രവാസികൾക്കായി പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകളും തൊഴിൽ മേളകളും സംഘടിപ്പിക്കണം. ഓരോ വിഭാഗത്തിനും അവരുടേതായ രീതിയിൽ നമ്മൾ സന്ദേശം എത്തിക്കണം. അപ്പോ നല്ലൊരു പ്ലാൻ ഉണ്ടായാൽ മാത്രം മതിയോ? പോരാ, ഇത് നടപ്പിലാക്കുമ്പോഴും ഒരുപാട് വെല്ലുവിളികളുണ്ടാവും. ഈ ഉൾക്കാഴ്ചയിൽ നിന്ന് യഥാർത്ഥ വിജയത്തിലേക്ക് എങ്ങനെ എത്താം? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഡേറ്റാധിഷ്ഠിത സമീപനം സ്വീകരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കണം: ജനങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണം. ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ അവരുടെ അനുവാദത്തോടെ മാത്രമേ ഉപയോഗിക്കാവൂ. ഇന്ത്യയുടെ ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ചട്ടക്കൂടുകൾ പാലിച്ചുകൊണ്ടുള്ള ഉത്തരവാദിത്വപരമായൊരു സമീപനമാണ് ഇവിടെ ആവശ്യം. ഇന്നത്തെ കാലത്ത് ഒരു വലിയ വെല്ലുവിളിയാണ് വ്യാജവാർത്തകൾ. അതുകൊണ്ടുതന്നെ നമ്മളൊരു സബോട്ടാഷ് അലേർട്ട് സിസ്റ്റം തയ്യാറാക്കി വെക്കണം. എതിരാളികൾ കള്ളപ്രചരണങ്ങളും വർഗീയമായ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കാൻ ഒരു റാപ്പിഡ് റീബട്ടൽ ടീം റെഡിയായിരിക്കണം. ഒരു നുണ പടർന്നു പിടിക്കുന്നതിനു മുൻപ് വസ്തുതകൾ വെച്ച് അതിനെ തകർക്കണം. ഇതൊരു ഇലക്ഷൻ തന്ത്രം മാത്രമല്ല, ജനാധിപത്യത്തിന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കാനുള്ള ഒരു വഴികൂടിയാണ്. അപ്പോ ഈയൊരു ചോദ്യം ബാക്കിയാവുകയാണ്: വെറും സൗജന്യങ്ങളുടെ രാഷ്ട്രീയത്തെ മറികടന്ന് യഥാർത്ഥ വികസനത്തിലും പ്രകടനത്തിലും ഊന്നിയ ഒരു രാഷ്ട്രീയത്തിന് വിജയിക്കാനാകുമോ?
കയ്പമംഗലം ഒരുപക്ഷേ അതിനൊരു ഉത്തരം നൽകിയേക്കാം. നിങ്ങൾക്ക് ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന ഇമെയിൽ വിലാസത്തിലോ 080042041602 എന്ന നമ്പറിലോ വിളിക്കാം. പർപ്പസ് ബിയോണ്ട് പോളിറ്റിക്സ്.